വനമേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ അതിർവരമ്പുകൾ തീർത്തുകൊണ്ട് വിശാലമായ ഒരു വനപ്രദേശമാണ് ഉള്ളത്. ആ വനത്തിൽ നിന്നും ആ ഗ്രാമത്തിലേക്ക് ഒരു ആനയുടെ വരവ് സ്ഥിരമായിരുന്നു. അവൻ വരിക മാത്രമായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ആ ഗ്രാമത്തിലെ കർഷകരുടെ കൃഷിസ്ഥലങ്ങൾ വലിയ രീതിയിൽ തന്നെ നശിപ്പിക്കുവാൻ തുടങ്ങി. പക്ഷേ അവർക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. കാരണം ആ കാട് നിൽക്കുന്നത് കോയമ്പത്തൂർ വനംവകുപ്പിന് കീഴിലാണ്. അതും സംരക്ഷിത വനം കൂടിയാണ്. അവിടെ ലൈസൻസ് ഇല്ലാത്ത ശിക്കാരികൾക്ക് വേട്ടയാടുവാൻ സാധിക്കുമായിരുന്നില്ല. അത് മാത്രമായിരുന്നില്ല ആ കാടിന്റെ പ്രത്യേകത. അവിടെ ആനവേട്ട കർശനമായി നിരോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ലൈസൻസ് ഉള്ള കർഷകർക്ക് പോലും ആ ആനയെ വെടിവെക്കുവാൻ സാധിച്ചിരുന്നില്ല. അവന്റെ ശല്യം ആ ഗ്രാമത്തിൽ പെരുകി വന്നതോടെ ആ ഗ്രാമത്തിലെ ഒരു കർഷകന്റെ കൃഷിസ്ഥലം നശിപ്പിക്കുന്നതറിഞ്ഞ് ആ കർഷകൻ തന്റെ കയ്യിലുള്ള ഒരു നാടൻ തൂക്കുമെടുത്തുകൊണ്ട് അതിന് നേരെ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചു. അയാളുടെ കൃഷിസ്ഥലം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആനയുടെ നേരെ അയാളുടെ ആ നാടൻ തോക്കിൽ നിന്നും വെടിയുതിർത്തു. വെടി കൃത്യമായി ആനയ്ക്ക് കൊള്ളുകയും ചെയ്തു. അതിന് ഫലമായി ആ ആന നിലവിളിച്ചുകൊണ്ട് ആ കാട്ടിലേക്ക് ഓടി മറിഞ്ഞു. പിന്നീട് ഏതാണ്ട് 3 ആഴ്ചയോളം അവനെക്കുറിച്ച് ഒരു വിവരവും ആ നാട്ടുകാർക്ക് കിട്ടിയിരുന്നില്ല. അവന്റെ ഒരു ശല്യവും ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 4ാമത്തെ ആഴ്ച അവൻ തിരികെ എത്തി. ഗ്രാമത്തിന് സമീപമുള്ള പുൽമൈതാനിയിൽ മേഞ്ഞുകൊണ്ടിരുന്ന ഒരു പയ്യനെ ഒരു പ്രകോപനവും കൂടാതെ അവൻ കുത്തിക്കൊല്ലുകയായിരുന്നു. അങ്ങനെയാണ് ആ ഗ്രാമത്തിലെ ഗ്രാമവാസികളെ അവന്റെ 2ാം വരവ് അറിയിച്ചത്. ഇവിടെ നിന്നുമാണ് ഈ കഥയുടെ തുടക്കം. ഇവിടെ നിന്നുമാണ് അവന്റെ കൊടും ക്രൂരതകൾ തുടങ്ങുന്നത്. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ എല്ലാ ഞായറാഴ്ച ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമന്റിലൂടെയും അറിയിക്കുക. വെൽക്കം ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ കഥ നടക്കുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന മോയാർ നദിയുടെ വടക്ക് ഭാഗത്തെ നീലഗിരി, കോയമ്പത്തൂർ, മൈസൂർ എന്നീ 3 ജില്ലകളിലായി തെക്ക് ഭാഗത്തെ ഭവാനി നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നിബിഡമായ വനത്തിലാണ്. കടുവകൾ, പുലികൾ, കാട്ടുപോത്തുകൾ, കാട്ടാനകൾ എന്നുവേണ്ട എല്ലാത്തരം ജീവികളുടെയും സൂര്യവിഹാരം നടത്തുന്ന ഒരു വനം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ ഈ വന്യമായ വലിയ വനം 3 വ്യത്യസ്ത വനം വകുപ്പിന് കീഴിലായിരുന്നു അന്ന്. അതിൽ തന്നെ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന്റെ കീഴിലായിരുന്നു നീലഗിരിയും കോയമ്പത്തൂരും. നീലഗിരിയും കോയമ്പത്തൂരും 2 വ്യത്യസ്ത വനം വകുപ്പിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സ്വതന്ത്ര ഭരണമാണ് ഉള്ളത്. അതിൽ തന്നെ മദ്രാസിലെ നീലഗിരിയിലാണ് മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വേട്ടയാടലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. മദ്രാസിലെ കോയമ്പത്തൂർ വനവകുപ്പിന്റെ കീഴിലുള്ള വടക്കു കിഴക്കൻ കാടുകൾ സംരക്ഷിത വനമേഖലയാണ്. എങ്കിലും ലൈസൻസ് ഉള്ളവർക്ക് അവിടെ വേട്ടയാടാമായിരുന്നു. എന്നാൽ മൈസൂർ അക്കാലത്ത് സ്വതന്ത്ര സംസ്ഥാനമായിരുന്നുവല്ലോ. അവിടെയും ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉണ്ടായിരുന്നു, ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രം. അവിടെയും വേട്ടയാടലുകൾ കർശനമായി നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വനത്തിന്റെ വന്യമായ വലിപ്പവും ഘടനയും മനസ്സിലായി കാണുമല്ലോ. നീലഗിരി, മൈസൂർ എന്നീ വനപ്രദേശത്ത് വെച്ച് ഒന്നിനെയും വേട്ടയാടുവാൻ അനുവാദമില്ലായിരുന്നു. അതിപ്പോൾ നരഭോജിയായ കടുവയായാലും കൊലകൊല്ലിയായ ആനയായാലും പുലിയായാലും അവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവില്ലാതെ ഒന്നും തന്നെ ചെയ്യുവാനാകുമായിരുന്നില്ല. പക്ഷേ കോയമ്പത്തൂർ വനമേഖലയിൽ വെച്ച് ലൈസൻസ് ഉള്ള ആളുകൾക്ക് വേട്ടയാടുവാൻ സാധിക്കുമായിരുന്നു. എന്നാലും അവിടെ കർശനമായി ആനവേട്ട നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകുവാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നീലഗിരിയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഒരു നരനായാട്ട് നടത്തുന്ന കടുവ വന്നു എന്നിരിക്കട്ടെ. അവിടുത്തെ ഗവൺമെന്റ് അതിനെ കൊല്ലുവാനുള്ള അനുമതിയും നൽകി. പക്ഷേ ആ കടുവ അവിടെ നിന്ന് മൈസൂരിലുള്ള ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കടുവയെ കൊല്ലുവാൻ സാധിക്കുകയില്ല. മുതുമലയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പരിധിയിൽ മാത്രമായിരിക്കും അവനെ കൊല്ലുവാനുള്ള അനുമതിയുള്ളത്.
കാരണം രണ്ടും രണ്ട് സംസ്ഥാനമാണ്, അതുപോലെ രണ്ടും രണ്ട് വനവകുപ്പിന് കീഴിൽ വരുന്നതുമാണ്. അതാണ് ഇതിന് കാരണം. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിനും കഥയിൽ ഒരു ചെറിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഈ വനത്തിൽ വെച്ച്, വനത്തിന്റെ അതിരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ വെച്ചാണ് ഈ കഥ നടക്കുന്നത്. കോയമ്പത്തൂർ വനമേഖലയിലുള്ള ഡിമ്പത്തിൽ നിന്നും തലൈമലയിലേക്ക് രണ്ട് യാത്രക്കാരെയും കൊണ്ട് ഒരു കാളവണ്ടി പോകുകയായിരുന്നു. സന്ധ്യ മയങ്ങിയ സമയമായിരുന്നു അത്. ഇരുട്ട് കടന്നു വന്നില്ല എങ്കിലും കാളവണ്ടിയിൽ റാന്തൽ തെളിച്ചിരുന്നു. കാളവണ്ടി കടന്നു പോകുന്ന പാതയുടെ ഇരുവശവും കാടായിരുന്നു. കാളവണ്ടി വലിച്ചിരുന്ന ഒരു കാളയുടെ നിറം കറുപ്പും മറ്റേതിന്റെ നിറം വെളുപ്പുമായിരുന്നു. കാളവണ്ടി വലിച്ചുകൊണ്ട് കാളകൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കാണണം. പെട്ടെന്ന് ആ കാളകൾ അവിടെ പേടിച്ചരണ്ട പോലെ നിന്നു. പിന്നെ കാലുകൾ നിലത്ത് കുത്തി ശബ്ദമുണ്ടാക്കുവാനും വല്ലാതെ ശബ്ദം വെക്കുവാനും തുടങ്ങി. അത് കണ്ട കാളവണ്ടിക്കാരൻ മുന്നിലേക്ക് നോക്കി. ഏതാണ്ട് 20-25 അടി അകലത്തിൽ കാടിനോട് ചേർന്ന് വലിയൊരു കറുത്ത രൂപം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ഇവരെ ലക്ഷ്യമാക്കിയാണ് അത് നിൽക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. എങ്കിലും കാളവണ്ടിക്കാരന്റെ മുഖത്ത് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. കാരണം അയാൾ പല വെട്ടവും ആനകളുടെ മുന്നിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരോട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കാട്ടാന പോകുന്നതിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ കുറച്ചു സമയം കൂടി മുന്നിലേക്ക് കടന്നു പോയപ്പോൾ ആ കാളവണ്ടിക്കാരന് എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം അവൻ അവിടെ നിന്ന് അനങ്ങുന്നതേയില്ല. ഇവരെ തന്നെ തറപ്പിച്ച് രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. പതിയെ ആ കറുത്ത രൂപം ഇവരുടെ കാളവണ്ടിയെ ലക്ഷ്യമാക്കി അടുത്തടുത്ത് വരുന്നതായി അയാൾക്ക് കാണാൻ സാധിച്ചു. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു ആ കാളവണ്ടിയുടെ നേരെ ആ കറുത്ത രൂപം ഓടിയെത്തുകയായിരുന്നു. കറുത്തിരുണ്ട് അസാമാന്യ വളർച്ചയുള്ള ഒരു കൊമ്പനായിരുന്നു അത്. വണ്ടിയുടെ സമീപത്തെത്തിയ അവന്റെ തുമ്പിക്കൈ മുകളിലേക്കുയർത്തി കൊലവിളി നടത്തി. അവരുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. അവന്റെ തുമ്പിക്കൈ കൊണ്ടുള്ള ആദ്യ അടിയിൽ തന്നെ കാളവണ്ടി നിലം കുത്തി. അതിന്റെ മുഖം തകർന്നു. കാളവണ്ടിക്കാരൻ മുന്നിലേക്ക് വീണു. ആ സംഭവങ്ങൾ നടന്ന സമയം കാളവണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാർ കാളവണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. കാളവണ്ടി കിടക്കുന്നിടത്ത് നിന്നും ദൂരെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ അവർ ഒളിച്ചു നിന്നു. നിർഭാഗ്യം, അയാളെ ആ ആനയുടെ രൂപത്തിൽ പിടികൂടുകയായിരുന്നു. കാളവണ്ടിയുടെ മുഖം തകർന്ന ആ സമയം തന്നെ കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കാള അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. മറ്റേ കാളയെ അവന്റെ കൊമ്പ് കൊണ്ട് കുത്തി തുമ്പിക്കൈ കൊണ്ട് അടിച്ച് അതിനെ നട്ടല് തകർത്ത് അതിനെ കൊന്നുകളഞ്ഞു. കാളവണ്ടിയിൽ നിന്നും മുഖം തകർന്ന് മുന്നിലേക്ക് വീണ കാളവണ്ടിക്കാരനെ തുമ്പിക്കൈ കൊണ്ട് വാരി നിലത്തടിച്ചു. അതിനുശേഷം വളരെ ക്രൂരമായി ചവിട്ടി വലിച്ച് കീറി എറിയുകയായിരുന്നു. എന്നിട്ടും കലിയടങ്ങാത്ത അവൻ ആ കാളവണ്ടി പൂർണ്ണമായും അടിച്ചു തകർത്തു. അവൻ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു പോകുകയായിരുന്നു. അവൻ കാട്ടിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ആ കാളവണ്ടിയിലുണ്ടായിരുന്ന ആ രണ്ട് യാത്രക്കാർ പിന്നെയും ആ കുറ്റിക്കാട്ടിനുള്ളിൽ കുറച്ചു സമയം കൂടി ഇരുന്നു. അതിനുശേഷം വന്ന വഴി തിരിച്ച് അവരുടെ ജീവനും കൊണ്ട് ഓടിപ്പോകുകയായിരുന്നു. അത്രയും അതിക്രൂരമായ കാഴ്ചകൾ കണ്ട അവരുടെ മനസ്സും ശരീരവും മരവിച്ചു പോയിരുന്നു. ഡിമ്പത്തിലെത്തിയ അവർ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് നടന്ന സംഭവം വിശദമായി തന്നെ പറഞ്ഞു. മറ്റാനകളിൽ വെച്ച് നോക്കുകയാണ് എങ്കിൽ അവന് അവരെക്കാൾ കറുത്ത നിറമാണ് ഉള്ളത്. പിന്നെ അസാമാന്യ വളർച്ചയെത്തിയ അവന്റെ കൊമ്പുകളിൽ ഒന്നിന് മറ്റേതിനേക്കാൾ നീളക്കുറവുമാണ്. പിന്നെ അവനൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് അവനെ തികച്ചും വ്യത്യസ്തനാക്കിയിരുന്നു. അവർ കണ്ട ആ പൂർണ്ണ വളർച്ചയെത്തിയ കൊമ്പനാനയ്ക്ക് തലയിൽ മുടിയിഴകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. സാധാരണയായി ആനകൾ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അവർക്ക് മുടിയിഴകൾ കാണാൻ സാധിക്കുക. അവ പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായി തന്നെ പൊഴിഞ്ഞു പോകുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അതും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇതിനു മുൻപും ഇതുപോലൊരു ആനയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തതായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഓർത്തു. അത് കുറച്ചു നാളുകൾക്ക് മുന്നെയാണ്. തലൈമലയിലെ വനത്തിന് സമീപം മേഞ്ഞുകൊണ്ടിരുന്ന ഒരു പയ്യനെ ആന ആക്രമിച്ചു. ഒരു കാരണവും കൂടാതെ അവൻ അതിനെ അതിക്രൂരമായി അവന്റെ കൊമ്പുകൾ കൊണ്ട് കുത്തി മലത്തി. ആ കാഴ്ച ദൂരെ നിന്നും കണ്ട കുറച്ച് ഗ്രാമവാസികൾ പറഞ്ഞ അതേ അടയാളങ്ങൾ തന്നെയാണ്
അവനും ഉള്ളത് എന്ന് ആ സമയം അവർ ഓർത്തു. ദൂരെ നിന്നും കണ്ട കുറച്ച് ഗ്രാമവാസികൾ പറഞ്ഞ അതേ അടയാളങ്ങൾ തന്നെയാണ് അവനും ഉള്ളത് എന്ന് അവർ ആ സമയം ഓർത്തു. ഇനിയും ഒട്ടും വൈകാതെ തന്നെ അവനെ ഒരു കൊലയാളി ആനയാക്കി മുദ്ര കുത്തണമെന്ന് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംരക്ഷിത മേഖലയാണെങ്കിലും ലൈസൻസ് ഉള്ളവർക്ക് പോലും അവിടെ ആനയെ വേട്ടയാടുവാൻ അധികാരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം അന്നത്തെ കോയമ്പത്തൂർ കളക്ടർക്ക് സമർപ്പിക്കുകയായിരുന്നു. അവനെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായി. തലവടിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ആയിരുന്നു അവൻ ആക്രമിച്ചത്. സൈക്കിളിൽ തലവടിയിലേക്ക് പോകും വഴി ആയിരുന്നു അതുണ്ടായത്. കാട്ടുപാതയിലൂടെയാണ് അയാൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അയാളുടെ വരവ് കണ്ട അവൻ അയാൾക്കു വേണ്ടി ആ കാട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലേക്ക് നീണ്ടുപോകുന്ന ആ പാതയുടെ ഇരുവശവും കാടാണ് ഉള്ളത്. അയാൾ അതുവഴിയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അയാളുടെ വരവ് കണ്ടുകൊണ്ട് അവൻ അയാൾക്കു വേണ്ടി ആ കാട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സൈക്കിൾ അവന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ അയാളുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു. 6-7 അടി അകലത്തിൽ വെച്ച് വളരെ വ്യക്തമായി തന്നെ അയാൾ അവനെ കണ്ടു. വഴിയുടെ കുറുകെ അവൻ കയറി നിൽക്കുന്നു. അടുത്തെത്തിയ ഉടൻ തന്നെ അയാളുടെ നേരെ തുമ്പിക്കൈ മുകളിലേക്കുയർത്തി തലകുലുക്കി കൊലവിളി വിളിച്ചു. അതുകണ്ട അയാൾ സൈക്കിൾ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ദൂരേക്ക് ഓടിപ്പോകുകയായിരുന്നു. സൈക്കിൾ കണ്ട ആന അത് ചവിട്ടി തകർത്ത് അടുത്തുള്ള താഴ്വാരയിലേക്ക് വലിച്ചെറിഞ്ഞു. സൈക്കിൾ നശിപ്പിക്കുന്നതിൽ മുഴുകിയ അവൻ അയാളെ കണ്ടില്ല. കൊലയാനയുടെ കൊലവിളിയും ആക്രമണവും കണ്ട അയാൾ ദൂരെ ഉണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ കാട്ടാന കാട് കയറി. അവൻ പോയി എന്ന് ഉറപ്പു വരുത്തിയ ശേഷവും അയാൾ കുറച്ചു സമയം കൂടി അവിടെ കാത്തിരുന്നു. മരണം അകന്നുപോയ ആശ്വാസത്തിലായിരുന്നു അയാൾ ആ സമയം. കുറച്ചു സമയത്തിന് ശേഷം അയാൾ അവിടെ നിന്നും തലവടി ലക്ഷ്യമാക്കി ഓടിപ്പോകുകയായിരുന്നു. അവിടെ എത്തിയ അയാൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചു. ഇപ്പോൾ അയാൾ നൽകിയിരിക്കുന്ന അടയാളങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുന്നത്തെ സംഭവങ്ങളിൽ പ്രതിയായ അതേ ആന തന്നെയാണ് ഇവൻ എന്ന അനുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. പിന്നെ ഒട്ടും വൈകിയില്ല അവിടുത്തെ കളക്ടർ അവനെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിച്ചു. ആ സമയം അവന്റെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂർ വനമേഖലയിലായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അതിന് സമീപമുള്ള ഗ്രാമത്തിലെ ഗ്രാമവാസികൾ മുഴുവൻ ഭീതിയുടെ നിഴലിലായിരുന്നു. ആനയെ വേട്ടയാടുവാനുള്ള നിരോധനം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടും ആ ഗ്രാമീണർക്കും ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. അവർ ഈ ഒരു ഉത്തരവിന് വേണ്ടിയായിരുന്നു അവിടെ കാത്തിരുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയ ഉടൻ തന്നെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ലൈസൻസ് ഉള്ള ശിക്കാരികൾ അവനെ തേടി ആ കാട് കയറി. എങ്കിലും അവനെ എങ്ങും കാണുവാൻ സാധിച്ചില്ല. അവന്റെ തലയ്ക്ക് വിലയിട്ടു എന്ന് മനസ്സിലാക്കിയ പോലെയായിരുന്നു അവന്റെ നീക്കങ്ങൾ മുഴുവൻ. എത്ര വലിയ കൊലകൊമ്പനായ ആനയായിരുന്നാൽ പോലും അവൻ കാടിറങ്ങി വരുന്ന സമയത്ത് മാത്രമായിരിക്കും അവന്റെ ആക്രമണങ്ങൾ മുഴുവൻ കാണിക്കുക. പക്ഷേ ആ ആന കാടിനുള്ളിലാണ് എങ്കിൽ അവൻ പ്രതിരോധം തീർക്കുവാൻ മാത്രമായിരിക്കും ആ സമയം നോക്കുക. അവനെ തേടി മനുഷ്യർ ആ കാട്ടിൽ എത്തി എന്ന് അവന് മനസ്സിലായാൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പതിവ്. പിന്നീട് ഏതാണ്ട് 3 മാസത്തോളം അവനെ പറ്റിയുള്ള യാതൊരു അറിവും ആക്രമണവും കോയമ്പത്തൂർ വനമേഖലയിൽ ഉണ്ടായില്ല. അവൻ അപ്പോഴേക്കും കോയമ്പത്തൂർ വന അതിർത്തി വിട്ടിരുന്നു. മുതുമല വന്യജീവി സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ വരുന്ന വനമേഖലയ്ക്കുള്ളിൽ ഊട്ടി മൈസൂർ വനമേഖലയിലെ അതിർത്തിയിൽ നിന്നും ഏകദേശം 1/2 മൈൽ മാറി കാട്ടിനുള്ളിൽ വെച്ച് അവൻ ഒരു കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി യുവാവിനെ ആക്രമിച്ചു. കാട്ടിനുള്ളിൽ വെച്ച് അവന് മുന്നിൽ അകപ്പെട്ടു പോയ അവനെ പിന്തുടർന്ന് ഓടിക്കുകയായിരുന്നു. കാടാണ്, അതുവഴി ഓടുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. അനധികൃതമായി വന്യജീവി സംരക്ഷണ മേഖലയിൽ തേൻ ശേഖരിക്കുവാൻ വേണ്ടി കയറിയതായിരുന്നു അയാൾ. മസിനഗുഡി ആ ഭാഗത്തായാണ് കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിച്ചിരുന്നത്. തേനെടുക്കുവാൻ അയാൾക്കൊപ്പം കൂടെ പോയ മറ്റൊരു ആദിവാസി ദൂരെയുള്ള മരത്തിലിരുന്നാണ് ആ കാഴ്ച കാണുന്നത്. ആന അയാളെ ഓടിക്കുന്നത് മാത്രമാണ് അയാൾ ആ മരത്തിലിരുന്ന് കണ്ടത്. ആ കാഴ്ച കണ്ട് പേടിച്ചവിടെ ഇരുന്ന അയാൾ പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത്. തന്റെ കൂടെ വന്ന സുഹൃത്തിനെ തേടി വനത്തിന്റെ വന്യതയിലൂടെ അയാൾ ഓടിയ വഴിയിലൂടെ പോയ ആ യുവാവ് കണ്ടത് അതിക്രൂരമായി ആന ചവിട്ടി വലിച്ചു കീറിയെറിഞ്ഞ അയാളുടെ ശരീരാവശിഷ്ടമാണ്. കൈയും കാലും ശരീരത്തിൽ നിന്നും വേർപെട്ട നിലയിലായിരുന്നു അത്. അതിഭയാനകമായ കാഴ്ച കണ്ട അയാൾ മുതുമലയിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് കാര്യം പറഞ്ഞു. എങ്കിലും അവർ അത് കാര്യമായി എടുത്തില്ല.
കാരണം അവർ കാട്ടിലേക്ക് പോയത് അവരുടെ അനുവാദമില്ലാതെ അനധികൃതമായാണ് പോയത്. ഏതെങ്കിലും ഒരു ഒറ്റയാന്റെ മുന്നിൽ പോയി പെട്ട് കാണും എന്നാണ് അവർ കരുതിയത്. ആ സമയം കാടല്ലേ, അത് സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നു, ഈ വനം വ്യാപിച്ചു കിടക്കുന്നത് 3 വനംവകുപ്പിന് കീഴിലാണ് എന്ന്. അതിൽ കോയമ്പത്തൂർ വനമേഖലയിൽ മാത്രമാണ് അവനെ കൊലയാളിയാനയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവൻ ഇപ്പോൾ ഉള്ളത് മുതുമലയിലാണ്. മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ്. ആ മേഖലയിൽ അവനൊരു കൊലയാനയല്ല. അതുകൊണ്ട് തന്നെ അവനെ അവിടെ വെച്ച് കൊല്ലുക എന്നത് അസാധ്യമായ കാര്യമാണ്. അവൻ അവന്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ സമീപത്തുകൂടി കടന്നുപോകുന്ന പ്രധാന പാതയിലും അതുപോലെ മുതുമലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡുകളിലും അവൻ ഇടയ്ക്കിടയ്ക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളെ ആക്രമിക്കുവാൻ കൊലവിളി വിളിച്ച് അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആ 3 മാസത്തെ കാലയളവിലാണ്. അങ്ങനെ നീണ്ടുനിന്ന 3 മാസത്തെ കോയമ്പത്തൂർ വനമേഖലയിലെ ശാന്തതയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വീണ്ടും അവൻ മരണത്തിന്റെ നിഴൽ പോലെ അവിടേക്ക് എത്തി. അവിടെ മുടിയൂരിന് സമീപത്തുള്ള ഗീർഹള്ളി എന്ന ഗ്രാമത്തിൽ അവന്റെ ആക്രമണമുണ്ടായി. അവന്റെ കൊലവിളിയിൽ ഒരു ഗ്രാമീണൻ ദാരുണമായി മരിച്ചു. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കഥയിലെ കഥാനായകൻ കെന്നത്ത് ആൻഡേഴ്സൺ അവിടേക്ക് പോകുന്നത്. ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് അദ്ദേഹം അവിടേക്ക് യാത്ര തിരിക്കുന്നത്. ആൻഡേഴ്സണിനെ കാണുവാൻ ബാംഗ്ലൂരിലെത്തിയ ഒരു വെള്ളക്കാരൻ വിദേശി. ഫോട്ടോഗ്രാഫിൽ കമ്പം കയറിയ അയാൾക്ക് കെന്നത്ത് ആൻഡേഴ്സന്റെ കുറച്ച് സഹായങ്ങൾ ആവശ്യമായിരുന്നു. കടുവകളുടെയും പുലികളുടെയും കാട്ടുപോത്തിന്റെയും ചിത്രങ്ങൾ പകർത്തുവാൻ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചായിരുന്നു അയാൾ അവിടേക്ക് എത്തിയത്. കടുവയുടെയും പുലിയുടെയും ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ ഉൾക്കാടുകളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ തന്നെ അവയെ കാണണമെന്നുമില്ല. ഘ്രാണശേഷിയിലും കേൾവിശേഷിയിലും ഏറെ മുന്നിലാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണുന്നതിന് മുന്നേ അവർ ചിലപ്പോൾ നമ്മളെ കാണും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്യും. അതുമാത്രമല്ല, അത്യധികം അപകടകരമാണ് അത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റി. കാട്ടുപോത്തിന്റെ ചിത്രം എടുക്കാൻ സഹായിക്കാമെന്ന് ആൻഡേഴ്സൺ അയാൾക്ക് വാക്കുകൊടുത്തു. അതിനുവേണ്ടി 3 ദിവസത്തെ യാത്രയ്ക്ക് ആൻഡേഴ്സണിന്റെ കൂടെ വരുവാൻ അയാളോട് പറഞ്ഞു. അതിനുവേണ്ടി ഏറ്റവും ഉത്തമം കോയമ്പത്തൂർ വനമേഖലയാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. കാരണം മൈസൂർ കാടുകളിൽ വെച്ച് കാട്ടുപോത്തിന്റെ ചിത്രം പകർത്തുക എന്നത് പാടുള്ള കാര്യമാണ്. കാരണം അവിടെ കാടുകൾ ഇടതൂർന്നാണ് നിൽക്കുന്നത്. എന്നാൽ ഏറ്റവും അനുയോജ്യം കോയമ്പത്തൂർ മേഖലയിലാണ്. അവിടുത്തെ വനത്തിന് താരതമ്യേന സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ ചിത്രം പകർത്തുവാൻ ഏറ്റവും അനുയോജ്യം കോയമ്പത്തൂറുള്ള വനമേഖലയാണ് എന്ന് ആൻഡേഴ്സണിന് നല്ല പോലെ അറിയാം. അവർ ഇരുവരും അവിടേക്ക് യാത്ര തിരിച്ചു. പോകും വഴി ആൻഡേഴ്സണിന്റെ സുഹൃത്തായ ഷോളഗാസ് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന രാച്ചൻ എന്ന വനത്തിലെ തന്റെ വഴികാട്ടിയെയും കൂടെ കൂട്ടി. രാച്ചൻ പറഞ്ഞത് പ്രകാരം ഡിംബം തലൈമലൈ റോഡിലേക്കാണ് പോകേണ്ടത്. ആ ഭാഗത്താണ് കാട്ടുപോത്തുകൾ കൂടുതലായും കാണുന്നത് എന്ന് അവൻ പറഞ്ഞു. അതിനുവേണ്ടി പ്രകാരം അതിന് സമീപത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകുവാനാണ് രാച്ചൻ പറഞ്ഞത്. ആ ഗ്രാമത്തിൽ ഉള്ളതും ഷോളഗാസ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ്. ഏതാണ്ട് വൈകുന്നേരമായതോടുകൂടിയാണ് ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടുപോത്തിനെ തേടിയുള്ള യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുകയായിരുന്നു. കാരണം ഇക്കുറി ആൻഡേഴ്സൺ അവിടെ എത്തിയിരിക്കുന്നത് വേട്ടയാടുവാൻ വേണ്ടിയല്ല, ചിത്രം പകർത്തുവാനാണ്. ഇരുട്ട് വീണു കഴിഞ്ഞാൽ ചിത്രം പകർത്തുവാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ പോകാമെന്ന് അദ്ദേഹം പറഞ്ഞത്. നേരം വെളുത്തു വന്നപ്പോഴേക്കും ആൻഡേഴ്സണിനെയും മറ്റേ വെള്ളക്കാരനെയും രാച്ചൻ വിളിച്ചുണർത്തി. തലേന്ന് രാത്രിയിൽ കിടന്നത് താമസിച്ചായിരുന്നു. കാട്ടുപോത്തുകളെ കണ്ടെത്തുവാനുള്ള അസാമാന്യ കഴിവുള്ളവരാണ് ഷോളഗാസ്. തലേന്ന് രാത്രിയിൽ അവർക്കൊപ്പം ഇന്നത്തെ പദ്ധതികൾ ആവിഷ്കരിച്ച ശേഷമാണ് കിടന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് കാട്ടുപോത്തുകൾ സ്വൈര്യവിഹാരം നടത്തുന്നത്. ഗ്രാമത്തിൽ നിന്നും കാട്ടുപോത്തിനെ അന്വേഷിച്ചു പോയവർ തിരിച്ചു വന്നു. ആൻഡേഴ്സണിനോട് അവർ വിവരം ധരിപ്പിച്ചു. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 6 മൈൽ പോയാൽ കുന്നിറങ്ങി അതിന്റെ ചരിവിലൂടെ ഒഴുകുന്ന ഒരു ചെറു അരുവിയുണ്ട്. അതിന്റെ തീരത്ത് സൂര്യന്റെ ചൂട് കുറയും വരെയും അവിടെ അവർ കാണും എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ ആ കരിവീരൻ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നതും ആൻഡേഴ്സണിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ ഗ്രാമത്തിലെ ആരെയും തന്നെ ഇതുവരെയും അവൻ ആക്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻഡേഴ്സൺ ഇത് വലിയ കാര്യമായി എടുത്തില്ല. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവർ അവിടേക്ക് യാത്ര തുടങ്ങാൻ ഒരുങ്ങിയ സമയം സൂര്യന് നല്ല ചൂടുണ്ട് എന്ന് തോന്നി. കൂടാതെ ആൻഡേഴ്സണിന് നല്ല അലസതയാണ് ആ സമയം തോന്നിയത്. 6 മൈൽ ദൂരം നടക്കണം. തന്റെ റൈഫിൾ ചുമന്നുകൊണ്ട് പോകുവാൻ അദ്ദേഹത്തിന് മടി തോന്നി. പിന്നെ അദ്ദേഹം വേട്ടയ്ക്കായിരുന്നില്ലല്ലോ അന്ന് വന്നത്.
അതുകൊണ്ട് തന്നെ തന്റെ റൈഫിൾ എടുക്കാതെയാണ് അവിടേക്ക് യാത്ര തിരിച്ചത്. ഗ്രാമത്തിലെ 2 ആദിവാസികളായ വഴികാട്ടികളുടെ കൂടെ കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഉന്നിൻ പ്രദേശത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ ആൻഡേഴ്സണും വെള്ളക്കാരനും അവരുടെ ക്യാമറയും അവരുടെ അനുബന്ധ ഉപകരണങ്ങളും ചുമന്നുകൊണ്ട് പുറകിലും. അവർക്കും പുറകിലായാണ് രാച്ചനും വന്നത്. കാട്ടുപോത്തുകളുടെ പാത പിന്തുടർന്ന് പോകുന്ന അവരുടെ പുറകെ ആൻഡേഴ്സണും സംഘവും വിശ്വാസതയോടെ മുന്നോട്ട് തന്നെ നീങ്ങി. മരങ്ങളും അടിക്കാടുകളും താണ്ടിയാണ് ആ യാത്ര. കുറച്ചു സമയം കൂടി മുന്നേക്ക് നടന്നു നീങ്ങിയപ്പോൾ രാച്ചൻ പുറകിൽ നിന്നും ആൻഡേഴ്സണിനെ വിളിച്ചു. അവരുടെ പുറകിൽ അല്പം ദൂരെയായി ഒരാന അവരെ പിന്തുടർന്ന് നടന്നു വരുന്നു എന്നാണ് രാച്ചൻ വിളിച്ചു പറഞ്ഞത്. അത് കേട്ട ആൻഡേഴ്സൺ തിരിഞ്ഞു നോക്കി. മുന്നേ അവർ പറഞ്ഞ ആ കൊലയാന തന്നെയാണ്. കറുത്ത ഇരുണ്ട രൂപം. ഇത്തരം ഒരു ആനയെ അദ്ദേഹം ഇതിനു മുന്നേ കണ്ടിട്ടില്ല. മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവന്റെ നിറം തന്നെയാണ്. മറ്റാനകളായിരുന്നു എങ്കിൽ മനുഷ്യഗന്ധം കിട്ടിയാൽ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്യുക. പക്ഷേ ഇവൻ അവരെ പിന്തുടരുകയായിരുന്നു. അപ്പോഴാണ് സേഗൂറിൽ വെച്ച് തന്റെ സുഹൃത്തായ കോളറ്റിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് വന്നത്. നായാട്ടിനു വേണ്ടി വൈകിട്ട് മോയാറിന്റെ പോഷക നദിയായ സേഗൂർ നദിയുടെ തീരത്ത് തന്റെ 5 നായകൾക്കൊപ്പം ഒരു മരത്തിന്റെ തണലിൽ നടന്ന് ക്ഷീണിച്ച അയാൾ അവിടെ വിശ്രമിക്കുന്ന സമയം എവിടെ നിന്നോ ഒരു കറുത്ത കരിങ്കൊമ്പൻ അയാളെ കണ്ട് കൊലവിളി നടത്തി അദ്ദേഹത്തിനെ ആക്രമിക്കുവാൻ പാഞ്ഞു വന്നു. നായാട്ടിനിറങ്ങിയ അദ്ദേഹത്തിന്റെ കൈവശം ആ സമയം ഉണ്ടായിരുന്നത് ഒരു ഷോട്ട് ഗൺ മാത്രമായിരുന്നു. അത് ആനയ്ക്കെതിരെ പ്രയോഗിക്കാം എന്ന് കരുതിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ അയാളുടെ കാലിന് ചെറിയ പരുക്കും പറ്റിയിരുന്നു. അയാൾക്ക് വേഗത്തിൽ ഓടുവാൻ സാധിക്കുമായിരുന്നില്ല. അതുപോലെ മരത്തിൽ വലിഞ്ഞു കയറുവാനും സാധിക്കില്ല. ആ സമയം തന്റെ യജമാനനെ ആക്രമിക്കുവാൻ നോക്കുന്ന ആനയെ അയാളുടെ നായകൾ വളഞ്ഞു ഉരച്ചു ആക്രമിച്ചു. അതിൽ പ്രകോപിതനായ ആന കോളറ്റിനെ ഉപേക്ഷിച്ച് നായകളുടെ നേരെ തിരിയുകയായിരുന്നു. ആ സമയം കോളറ്റ് ആവുന്നതിൽ വേഗത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയാൾ തന്റെ ബംഗ്ലാവിൽ എത്തിച്ചേർന്നപ്പോഴേക്കും തന്റെ നായകളും അവിടെ എത്തിയിരുന്നു. കോളറ്റ് പറഞ്ഞത് പ്രകാരം ഒരു കരിങ്കൊമ്പനാണ്. അവന്റെ ഒരു കൊമ്പന് അല്പം നീളക്കുറവുമുണ്ട്. അതെല്ലാം ആ സമയം ഒരു മിന്നായം പോലെ ആൻഡേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അടുത്തെത്തിയാൽ അവൻ എന്താണ് ചെയ്യുക എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവന്റെ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി കൊലവിളി നടത്തി തങ്ങളുടെ നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടും. രാച്ചൻ ഒരുപക്ഷെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അവരിൽ ആരെങ്കിലും ഇപ്പോൾ അവിടെ ദാരുണമായി കൊല്ലപ്പെടുമായിരുന്നു. എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു നിൽക്കെ മരത്തിന് വലിയ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ കയറുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. അവൻ എളുപ്പത്തിൽ ആ മരം മറിച്ചിട്ട് തങ്ങളെ കൊല്ലുവാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നുകൂടി ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 100 മീറ്റർ അകലെ വലത്തുവശത്ത് ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾ കൊണ്ട് കാഴ്ചയിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒരു പാറ കണ്ടു. അതിന്റെ ഉയരവും വീതിയും ഒന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും വെള്ളക്കാരനോട് ആൻഡേഴ്സൺ പറഞ്ഞു, അവിടെ ഒരു പാറയുണ്ട്, അവിടേക്ക് പിന്തുടരുക എന്ന്. സംശയത്തിലായി നിന്ന ആ വെള്ളക്കാരന് എന്താണ് അവിടെ അരങ്ങേറുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പകച്ചു നിൽക്കുകയായിരുന്നു അയാൾ. അദ്ദേഹത്തിന് എങ്ങോട്ടാണ് ഓടേണ്ടത് ഒന്നൊന്നും അറിയില്ലായിരുന്നു. ആൻഡേഴ്സൺ അയാളെ ബലമായി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടുകയായിരുന്നു. അതേ സമയം തന്നെ രാച്ചൻ മറ്റു 2 പേർക്കും താഴ്ന്ന സ്വരത്തിൽ ഒരു സിഗ്നലും കൊടുത്തു. അവരുടെ പാച്ചിൽ കണ്ട ആ ആന കോപാകുലനായി കൊലവിളി നടത്തി അവരുടെ പുറകെ പാഞ്ഞു. പാറയുടെ സമീപം വന്നു നിന്നു. താഴ്ന്നതും ചരിഞ്ഞതുമായ ഒരു പാറയായിരുന്നു അത്. അതിന്റെ ഒരു വശം താഴ്ന്നതും മറുവശം പൊക്കം കൂടിയതുമായിരുന്നു. ഏതാണ്ട് 30 അടിയോളം നീളമുണ്ടായിരുന്നു ആ പാറയ്ക്ക്. അതിൽ വലിഞ്ഞു കയറിയ ആൻഡേഴ്സണും കൂട്ടാളികളും പാറയുടെ ഉയർന്ന ഭാഗം ലക്ഷ്യമാക്കി ഓടി. ഏറ്റവും അറ്റത്ത് എത്തിയ ശേഷം അവർ ആ ആനയെ ഒന്ന് തിരിഞ്ഞു നോക്കിയ സമയം അവർ കണ്ടത് ആന അവരെ പിടിക്കുവാൻ വേണ്ടി തുമ്പിക്കൈ നീട്ടി വരുന്നതായിരുന്നു. ഓടി പാറയുടെ ഏറ്റവും അറ്റത്തെത്തിയ ശേഷം അവർ തിരിഞ്ഞ് ആനയെ ഒന്ന് നോക്കിയ സമയം അവർ കണ്ടത് തുമ്പിക്കൈ നീട്ടി അവരെ പിടിക്കുവാൻ ഒരുങ്ങുന്ന ആനയായിരുന്നു. അവൻ അങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ അവർ പാറയുടെ മറ്റേ അറ്റത്തേക്ക് അവന്റെ തുമ്പിക്കൈയുടെ പരിധിയിൽ നിന്നും പരമാവധി അകലം പാലിച്ചു തന്നെ നിന്നു. എത്ര ശ്രമിച്ചിട്ടും അവരെ കിട്ടില്ല എന്നറിഞ്ഞ അവൻ അവന്റെ ദേഷ്യം മുഴുവൻ കാണിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ നേരെ തന്റെ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി കാട് വിറയ്ക്കുന്ന രീതിയിൽ കൊലവിളി നടത്തി. അത് കഴിഞ്ഞ് അവൻ ചെയ്തത് പാറയുടെ സമീപം വളർന്നു നിൽക്കുന്ന പുല്ലുകളും കുറ്റിച്ചെടികളും പിഴുതെടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു. പിന്നെയും അവർ പാറയുടെ മറ്റേ വശത്തേക്ക് പരമാവധി നീങ്ങി നിന്നു. വീണ്ടും പ്രകോപിതനായ ആന അവർക്ക് നേരെ ചിഹ്നം വിളിച്ചു. അവരുടെ പാറയുടെ സമീപത്ത് കിടന്ന ഒരു വലിയ പാറകഷ്ണം
കണ്ടെത്തി. കുറ്റിച്ചെടികൾ പിഴുതെറിഞ്ഞപ്പോൾ അതിന്റെ മറവിൽ നിന്നിരുന്ന ആ കല്ല് തെളിഞ്ഞു വന്നതായിരുന്നു. അവൻ അത് അവന്റെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്തു. അത് കഴിഞ്ഞ് അവൻ അത് ആൻഡേഴ്സണിന് നേരെ എറിഞ്ഞു. ഒരു മുടിനാരിന്റെ വ്യത്യാസത്തിലാണ് അത് മറുവശത്തേക്ക് പോയത്. അത് കൊണ്ടിരുന്നേൽ അതോടെ ആൻഡേഴ്സണിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകുമായിരുന്നു. പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് വന്ന് പതിക്കുമായിരുന്നു. പിന്നീട് എന്താണ് ഉണ്ടാകുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും അവൻ അവന്റെ പ്രവർത്തനത്തിൽ മുഴുകി. അത് കഴിഞ്ഞ് ഏതാണ്ട് കുറച്ച് സമയം അവൻ അവിടെ നിന്ന് എന്തോ ഒന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ ആ പാറയെ ചുറ്റി മറുവശത്ത് നിന്ന് അവന്റെ ആക്രമണം അഴിച്ചുവിട്ടു. ഭൂനിരപ്പിൽ നിന്നും താഴ്ന്ന ഭാഗത്തിന് ഏതാണ്ട് 3 അടി ഉയരമുണ്ടായിരുന്നു. ഉയർന്ന ഭാഗത്തിന് 5 അടിയും. അതുകൊണ്ട് തന്നെ പാറയുടെ മുകളിൽ അവൻ കേറില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു അവർക്ക്. എങ്കിലും അവൻ പാറയുടെ മറുവശത്ത് ഉയർന്ന ഭാഗത്ത് വന്നു നിന്നു. അവൻ അവന്റെ മുൻകാലുകൾ ഉയർത്തി പാറയിൽ ചവിട്ടി വീണ്ടും അവരെ എത്തിപ്പിടിക്കുവാൻ നോക്കി. അവർ അവന്റെ തുമ്പിക്കൈയുടെ പരിധിയിൽ നിന്നും ഏറെ മാറി നിൽക്കുവാൻ ശ്രമിച്ചു. അതും പരാജയപ്പെട്ടതോടെ അവൻ അവിടെ നിന്ന് വീണ്ടും പാറയുടെ മറുവശത്തേക്ക് ഓടി. അവിടെ നിന്ന് വീണ്ടും അവൻ അവന്റെ ശ്രമം വീണ്ടും തുടങ്ങി. അങ്ങനെയുള്ള ആ പാറയുടെ മുകളിലൂടെയുള്ള ഓട്ടം എത്ര തവണ ഓടിയെന്ന് അവർക്ക് തന്നെ അറിയില്ല. ആൻഡേഴ്സണും സംഘവും ശരിക്കും ക്ഷീണിച്ച് തളർന്നിരുന്നു. പാറയുടെ ഘടന ഞാൻ നിങ്ങളുടെ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, ചരിവുള്ളതാണ് എന്ന്. അങ്ങനെയുള്ള ആ പാറയുടെ മുകളിലൂടെയുള്ള ആ ഓട്ടം ഒന്ന് പിഴച്ചാൽ അവർക്ക് അതിന് കൊടുക്കേണ്ടി വരിക അവരുടെ തന്നെ ജീവനായിരിക്കാം. ആ സമയം മുഴുവൻ ആൻഡേഴ്സൺ തന്നെ പഴിക്കുകയായിരുന്നു. തന്റെ തോക്ക് അവിടെ വെക്കുവാൻ തോന്നിയ ആ നശിച്ച സമയത്തെ ഓർത്ത് താൻ ശപിക്കുകയായിരുന്നു. തന്റെ കയ്യിൽ ഈ സമയം ആ തോക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ആന ഓർമ്മയായി മാറുമായിരുന്നു. ആ പാറയുടെ പുറത്തുകൂടിയുള്ള ഓട്ടത്തിൽ ആൻഡേഴ്സണും സംഘവും ശരിക്കും ക്ഷീണിച്ച് തളർന്നിരുന്നു. ആ സമയം കൊടുന്നനെ കാട്ടാന അവന്റെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ കുറച്ചുനേരം നിന്നു. ചിലപ്പോൾ അവന് തോന്നിക്കാണും ഇങ്ങനെയൊന്നും അവരെ പിടിക്കുവാൻ സാധിക്കില്ല എന്ന്. പക്ഷേ എങ്കിലും കുറച്ചു സമയം മാത്രമായിരുന്നു അവർക്ക് അങ്ങനെ ആശ്വസിക്കാൻ കഴിഞ്ഞത്. വീണ്ടും അവൻ അവരെ പിടിക്കുവാനുള്ള ശ്രമം തുടർന്നു. ഏതാണ്ട് മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞു പോയിരുന്നു അവർ ആ പാറയുടെ മുകളിൽ അകപ്പെട്ടു പോയിട്ട്. സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ തലയുടെ മുകളിലാണ്. സൂര്യന്റെ ചൂട് കൂടിക്കൂടി വരുന്നു. അത് നന്നേ പാറയുടെ മുകളിൽ പ്രതിഫലിച്ചു തുടങ്ങി. പാറയിൽ നിന്നും ആ ചൂട് പതിയെ കാലുകളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. ആൻഡേഴ്സൺ ബൂട്ട് ധരിച്ചതുകൊണ്ട് തന്നെ വലുതായി ചൂട് അനുഭവിക്കുന്നില്ല എങ്കിലും തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ 2 ആദിവാസികളുടെ മുഖത്ത് അത് വ്യക്തമായി കാണുവാൻ കഴിയുമായിരുന്നു. അവർക്ക് 2 കാലിൽ ആ പാറയുടെ പുറത്ത് നിൽക്കുവാൻ സാധിച്ചിരുന്നില്ല. ചൂട് കൂടി വന്നതോടെ ആ കൊമ്പൻ അവന്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ചു. അവർ നിൽക്കുന്ന ആ പാറയിൽ നിന്നും അല്പം അകലെ ഉണ്ടായിരുന്ന ആ മരത്തിന്റെ തണലിലേക്ക് അവൻ മാറി നിന്നു. ആ രീതിയിൽ പിന്നെയും ഏതാണ്ട് മണിക്കൂറുകൾ കടന്നുപോയി. അവൻ പിന്മാറുന്ന ഒരു ലക്ഷണവും കാണുവാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ആൻഡേഴ്സണിന്റെ മനസ്സിലേക്ക് ഒരാശയം കടന്നു വന്നു. ആൻഡേഴ്സണിന്റെ കൂടെ ഉണ്ടായിരുന്ന രാച്ചനോടും ഷോളകന്മാരോടും ആ ആനയെ വിരട്ടി ഓടിക്കുവാൻ വേണ്ടി അവന് നേരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ പറഞ്ഞു. പക്ഷേ ആൻഡേഴ്സൺ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. വിപരീതമായിരുന്നു കാര്യങ്ങൾ നടന്നത്. ആ ശബ്ദം കേട്ട ആന അതിൽ പ്രകോപിതനായി അവരുടെ നേരെ വീണ്ടും ഓടിയെത്തുകയായിരുന്നു ചെയ്തത്. ആ പാറമേൽ അവന്റെ മുൻകാലുകൾ ചവിട്ടി വീണ്ടും അവന്റെ തുമ്പിക്കൈ കൊണ്ട് അവരെ എത്തിപ്പിടിക്കുവാൻ നോക്കി. അവരെ പിടിക്കുവാൻ പറ്റാതെ വന്ന ആ സമയത്ത് വീണ്ടും അവന്റെ തുമ്പിക്കൈ ഉയർത്തി അവർക്ക് നേരെ കൊലവിളി നടത്തി. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ പാറയിൽ നിന്നുള്ള ചൂട് അവന്റെ മുൻകാലുകളിലെ പാദങ്ങളിൽ അനുഭവപ്പെടുവാൻ തുടങ്ങി. അത് ആൻഡേഴ്സണിന് നല്ല പോലെ മനസ്സിലായി. കാരണം അവന്റെ മുൻകാലുകൾ ഇടയ്ക്കിടയ്ക്ക് ആ പാറക്കല്ലിൽ നിന്ന് മുകളിലേക്ക് പൊക്കുന്നതായി അയാൾ കണ്ടു. അങ്ങനെ കുറച്ചു നിമിഷങ്ങൾ കൂടി കഴിഞ്ഞതോടെ ആ കൊലയാന അവന്റെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൻ വന്ന വഴിയെ ആ കുന്നിൻചെരിവ് ലക്ഷ്യമാക്കി നടന്നു. അവരുടെ കൺമുന്നിൽ നിന്നും ആ കൊലയാന മറയുന്നതുവരെ അവർ ആ പാറയുടെ മുകളിൽ തന്നെ നിന്നു. കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും അവർ പതിയെ ആ പാറയുടെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി. അവർ ഏതാണ്ട് 50 അടിയോളം നടന്നു കാണണം. മറ്റൊരു ദിശയിൽ നിന്നും മരക്കൊമ്പുകളും മറ്റും ഒടിയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവർ കണ്ടത് അവൻ കൊലവിളി വിളിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലൂടെ അവരെ ആക്രമിക്കാൻ വരുന്നതാണ്. അത് കണ്ടതും അവർ തിരിഞ്ഞ് വീണ്ടും ആ പാറയുടെ മുകളിലേക്ക് ഓടി. അവൻ വീണ്ടും അരമണിക്കൂറോളം അവരെ പിടിക്കുവാനുള്ള ശ്രമം വീണ്ടും തുടർന്നു. പിന്നെയും അവന്റെ ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും ആ കുന്നിൻചെരിവ് ലക്ഷ്യമാക്കി അവൻ നടന്നു.
പക്ഷേ അവൻ ഈ പ്രാവശ്യം പോയിരിക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ആ മലഞ്ചരിവിലൂടെ കടന്നു പോകുന്ന അരുവിയുടെ അരികിലേക്കാണ്. കാട്ടുപോത്തുകൾ വിശ്രമിക്കുന്ന ആ അരുവിയുടെ തീരത്തേക്കാണ് അവൻ ഈ കുറി പോയിരിക്കുന്നത്. പക്ഷേ അവൻ മുന്നത്തെ പോലെ തന്നെ വേറെ ദിശയിൽ നിന്നും വന്നാലോ എന്ന് കരുതി കുറച്ചു സമയം കൂടി ആൻഡേഴ്സണും സംഘവും ആ പാറയുടെ മുകളിൽ തന്നെ ഇരുന്നു. അവൻ പോയി എന്ന് ഉറപ്പു വരുത്തുവാൻ വേണ്ടി ആൻഡേഴ്സൺ തന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ശോലകന്മാരോട് അവരുടെ പാറയുടെ അരികിൽ നിന്നിരുന്ന 2 വലിയ മരത്തിൽ കയറി അത് പോയോ എന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു. അതനുസരിച്ച ശോലകന്മാർ 2 വലിയ മരത്തിൽ കയറി ആനയെ നിരീക്ഷിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അപകടം നീങ്ങിയതായി ആൻഡേഴ്സണിനെ അറിയിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രാച്ചൻ പറഞ്ഞു അവന് ചൂട് അനുഭവപ്പെട്ടതുകൊണ്ട് അവൻ അടുത്തുള്ള അരുവിയിൽ വെള്ളം കുടിക്കുവാനും കുളിക്കുവാനും വേണ്ടി പോയതാണ് എന്ന്. അതിനുശേഷം അവൻ ഇവിടേക്ക് തന്നെ തിരികെ മടങ്ങി വരും. അവൻ രാത്രി മുഴുവൻ അവൻ ഈ പാറയുടെ അരികിൽ തന്നെ നമ്മളെ പിടിക്കുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കും എന്നുകൂടി രാജൻ ആൻഡേഴ്സണിനോട് പറഞ്ഞു. അങ്ങനെ ഒരു അവസരം കൂടി ഇനിയും ഉണ്ടായാൽ ചിലപ്പോൾ അവരിൽ ആരെങ്കിലും ഒരുവൻ ആ ആനയുടെ ക്രൂരതകൾക്ക് ഇരയാകുമെന്ന് ആൻഡേഴ്സണിന് ഉറപ്പായിരുന്നു. കാരണം രാത്രിയാകുമ്പോഴേക്കും അവനെ വ്യക്തമായി കാണുവാനുള്ള സാധ്യതകൾ കുറയുമല്ലോ. അത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻഡേഴ്സൺ ഒരാശയം അവരോട് പറഞ്ഞു. അവൻ തിരികെ വരുന്നതിന് മുന്നേ തന്നെ പാറയിൽ നിന്ന് ഇറങ്ങി ഗ്രാമം ലക്ഷ്യമാക്കി ഓടാമെന്ന്. ആ ആശയത്തിൽ മറ്റ് 4 പേരും കൂടി സമ്മതം മൂളിയതോടെ ആ പാറയുടെ മുകളിൽ നിന്ന് ഇറങ്ങി അവർ വന്ന ആ ഗ്രാമം ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു. കാട്ടുപാതയിലൂടെ ഓടുന്ന സമയം മുഴുവൻ ആന അവരെ പിന്തുടരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ അവർ തിരിഞ്ഞു നോക്കുമായിരുന്നു. അവരേതാണ്ട് വൈകുന്നേരമായപ്പോഴേക്കും ആ ഗ്രാമത്തിലെത്തി. പേടികൊണ്ടും പരിഭ്രാന്തി കൊണ്ടും ചൂടുകൊണ്ടും വിയർത്ത് തളർന്നിരുന്നു അവർ. ഗ്രാമത്തിലെത്തിയപ്പോഴേക്കുമാണ് അവർക്ക് കുറച്ചെങ്കിലും അവരുടെ പേടിയാകുന്നത്. എങ്കിലും അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു വലിയ മരണത്തിൽ നിന്നുമാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ആൻഡേഴ്സണിന്റെ മുഖത്തു മാത്രം ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. ആ സമയം അദ്ദേഹത്തിന് തന്നോട് തന്നെയായിരുന്നു ദേഷ്യമുണ്ടായിരുന്നത്. കാരണം താനൊരു വേട്ടക്കാരനായിരുന്നുവല്ലോ. 3 മണിക്കൂറോളം ആ ആന അവരെ ആ കാട്ടിനുള്ളിൽ കൊല്ല ചെയ്തതിലുള്ള ദേഷ്യത്തിലായിരുന്നു ആൻഡേഴ്സൺ. അതിലുപരി താൻ തന്റെ തോക്കെടുക്കാത്തതിനെ ഓർത്ത് വീണ്ടും ആ ദേഷ്യം അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് തികട്ടി വന്നു. അതോടുകൂടി അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. തന്റെ വിഞ്ചസ്റ്റർ റൈഫിൾ എടുത്തുകൊണ്ട് ശോലകന്മാർക്കൊപ്പം കാട്ടിലേക്ക് പോയി ആനയെ കണ്ടെത്തി ബാക്കി കളികൾ തുടരുവാൻ തന്നെയായിരുന്നു ആൻഡേഴ്സണിന്റെ നീക്കം. ആ സമയം തന്നെ തന്റെ കൂടെ വന്ന ആ വെള്ളക്കാരനായ ആ സുഹൃത്തിനും ആൻഡേഴ്സണിന്റെ കൂടെ വരുവാനുള്ള ആഗ്രഹം കാണിച്ചു. അത് വേറെ ഒന്നിനും ആയിരുന്നില്ല, ആ ആനയുടെ ചിത്രങ്ങൾ പകർത്തുവാൻ വേണ്ടിയായിരുന്നു. അതും കൂടി കേട്ടപ്പോഴേക്കും ആൻഡേഴ്സണിന് ദേഷ്യം ഇരച്ചു വന്നു. എങ്കിലും സൗമ്യമായി തന്നെ എന്നാൽ കടുപ്പിച്ചു തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ മാത്രമാണ്, വേട്ടക്കാരനല്ല. അത് പറഞ്ഞതിന് ശേഷം ആൻഡേഴ്സണും രാച്ചനും ആ ഗ്രാമത്തിലെ ഒരു ശോലകാസിനെയും കൊണ്ട് പാറ ലക്ഷ്യമാക്കി ആൻഡേഴ്സൺ നടന്നു. കാട്ടുവഴിയിലൂടെ പേടിക്കാതെ തളരാതെ അവർ 1 മണിക്കൂർ കൊണ്ട് ആ പാറയുടെ സമീപത്തേക്ക് എത്തി. അപ്പോഴേക്കും സമയം ഏതാണ്ട് 4 മണിയായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ആ ആനയെ അവിടെ എങ്ങും കാണുവാൻ സാധിച്ചിരുന്നില്ല. ഇനിയും അവരുടെ മുന്നിൽ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ വനത്തെ മൂടിക്കൊണ്ട് ഇരുട്ട് കടന്നു വരികയായി. പിന്നെ അവർക്ക് ആ ആനയെ കണ്ടെത്തുക എന്നത് പാടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആനയെ പിന്തുടർന്ന് അത് പോയ വഴിയെ തന്നെ പോകാമെന്ന് അവർ കണക്ക് കൂട്ടി. രാച്ചനും ആ ആദിവാസി യുവാവും ആനയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവൻ പോയ വഴിയെ പുല്ലുകൾക്കിടയിലൂടെ കുന്നിൻ ചെരുവിനപ്പുറമുള്ള ആ അരുവി ലക്ഷ്യമാക്കി നടന്നു. രാച്ചൻ ആ അരുവിയുടെ കരയിലേക്ക് ഇറങ്ങി അവിടെ ഒന്ന് നിരീക്ഷിച്ച ശേഷം അവന്റെ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് വീണ്ടും മുന്നിലേക്ക് നടന്നു. അവൻ ആ അരുവി മുറിച്ചു കടന്നിരുന്നില്ല. അവൻ വീണ്ടും മുന്നിലേക്കാണ് നടന്നു പോയിരുന്നത്. കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നതിന് ശേഷം വീണ്ടും അവൻ കയറി കാട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ വെള്ളം കുടിയും കുളിയുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ആഹാരം കഴിക്കുവാൻ വേണ്ടിയാണ് ആ കാട് കയറിയിരിക്കുന്നത് എന്ന്. ഒട്ടും വൈകിയില്ല, ഒട്ടും താമസിച്ചില്ല. അവർ അവന്റെ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ആ കാട്ടിലേക്കുള്ള യാത്ര തുടർന്നു. ഓരോ ചുവടും വെക്കുന്നത് സൂക്ഷിച്ചും മുൻകരുതലോടുകൂടിയാണ്. കാരണം ചൂടുള്ള സമയമാണ്. കാട്ടിലേക്ക് പോയ ആന ഏത് സമയം തിരിച്ച് വെള്ളം കുടിക്കുവാൻ ഈ വഴി തന്നെ വന്നെന്നിരിക്കാം. അതുമല്ല എങ്കിൽ തങ്ങളുടെ പുറകിലൂടെ വന്നെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും മുൻകരുതലോടും കൂടിയാണ് ഓരോ ചുവടും ആൻഡേഴ്സണും ആ സംഘവും മുന്നോട്ട് വെച്ചത്. ആ ഉൾക്കാട്ടിലേക്ക് ഏതാണ്ട് 1 മൈൽ കൂടി ഉള്ളിലേക്ക് പോയി കാണണം. അടയാളങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആന വളരെ പതിയെയാണ് യാത്ര ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ചൂടിന്റെ കാഠിന്യം കൊണ്ട് തന്നെ അവൻ മരത്തിന്റെ തണലിലും മറ്റും നിന്ന് പതിയെയാണ്
അവൻ ആ കാട്ടിലേക്ക് പോയത് എന്ന് അവർക്ക് മനസ്സിലായി. കുറച്ചു ദൂരം കൂടി കാടിന്റെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ചു ദൂരെ അകലെ നിന്നും മരക്കൊമ്പുകൾ ഒടിയുന്ന ശബ്ദം അവരുടെ കാതിലേക്ക് വന്നു പതിച്ചു. അവർ പതിയെ അവരുടെ നടത്തം അവിടെ നിർത്തി. ഇനിയുമുള്ള ഓരോ ചുവടും വളരെ കരുതലോടെയും സൂക്ഷിച്ചും വേണം മുന്നോട്ട് വയ്ക്കുവാൻ. അവന് അവരുടെ ഗന്ധം കിട്ടരുത്. അങ്ങനെ കിട്ടിയാൽ അവൻ അലേർട്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിന്റെ ദിശ മനസ്സിലാക്കുക എന്നത് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. ആൻഡേഴ്സൺ നിലത്ത് നിന്നും ഒരു പിടി പുല്ല് പറിച്ചെടുത്തു. അതിനുശേഷം അദ്ദേഹം ഉയർത്തി താഴേക്കിട്ടു. അത് വലത്തു നിന്നും ഇടതു ഭാഗത്തേക്കാണ് സഞ്ചരിച്ച് താഴേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ആ സമയം അവിടെ കാറ്റ് വീശുന്നത് വലത്തു നിന്നും ഇടത്തേക്കാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവർ ഇടതുഭാഗം ചേർന്നാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതും ഓരോ ചുവടും സൂക്ഷ്മമായാണ് വെക്കുന്നത്, ഒരു ശബ്ദവും ഉണ്ടാക്കാതെ വളരെ പതിയെ. പിന്നെയും അവിടുന്ന് ഏതാണ്ട് 100-200 അടി മുന്നിലേക്ക് നടന്ന് കാണണം. വീണ്ടും കുറച്ച് അകലെ നിന്നും മരക്കൊമ്പുകൾ ഒടിയുന്ന ശബ്ദം അവരുടെ കാതിലേക്ക് വന്നു വീണു. വീണ്ടും ആൻഡേഴ്സൺ ആ ദിശയിലേക്ക് കാറ്റ് വീശുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് അവർ നടന്നു. ആനയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് രാച്ചനാണ് മുന്നിൽ നടക്കുന്നത്. തോക്കം കയ്യിലേന്തി ആൻഡേഴ്സൺ രാച്ചന് പിന്നിലും, ആൻഡേഴ്സണിന്റെ പിന്നിൽ ഷോലഗേനും. അങ്ങനെയാണ് അവർ നടന്ന് കാടിന്റെ ഉള്ളിലേക്ക് നടന്നു നീങ്ങുന്നത്. അവസാനമായി അവരുടെ കാതിൽ വന്ന് വീണ ആ ശബ്ദം 1 മൈലുകൾക്ക് അപ്പുറമുള്ള ശബ്ദമായിരുന്നു. അവർ ആ 1 മൈലുകൾ താണ്ടിയിരിക്കുന്നു. അവർക്ക് എവിടെ നിന്നും ഒരു ശബ്ദവും ലഭിച്ചില്ല. കാട് തികഞ്ഞ നിശബ്ദതയിലായിരുന്നു. അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് നടന്നു. 2 താഴ്ന്ന കുന്നുകൾക്ക് നടുവിലുള്ള ഒരു താഴ്വരയിലേക്കാണ് പിന്നെ എത്തിയത്. അങ്ങനെ ആ ചരിവിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരുടെ ഗന്ധം അവനെ കിട്ടിയിരിക്കണം എന്ന് ആൻഡേഴ്സണിന് ഉറപ്പായിരുന്നു. കാരണം ആ സമയം കാറ്റ് വീശിയത് ആ കുന്നിന്റെ താഴ്വരയിലേക്കായിരുന്നു. ആ താഴ്വരയിൽ അവനുണ്ട് എന്ന് ആൻഡേഴ്സണിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാടിറങ്ങി ആ താഴ്വരയിലേക്ക് നടന്നു ചെന്ന ആ സമയം അവൻ ആഹരിച്ച ശേഷം അവിടെ കിട്ടിയിരുന്ന അവശിഷ്ടങ്ങളും അവന്റെ ആനപ്പിണ്ടവും അവിടെ കാണുവാൻ സാധിച്ചു. പക്ഷേ അവനെ മാത്രം അവിടെ കാണുവാൻ സാധിച്ചിരുന്നില്ല. രാച്ചൻ വീണ്ടും അവന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നു. ആ കാൽപ്പാടുകൾ അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും ആ അരുവിയുടെ കരയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നുവല്ലോ, കാടിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആനയുടെ സ്വഭാവം ചിലപ്പോൾ മാറുവാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ മനുഷ്യന്റെ ഗന്ധം കിട്ടിയത് കൊണ്ട് തന്നെ അവൻ അവരിൽ നിന്നും അകന്നാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇവർ സഞ്ചരിക്കുന്നതിനും ഏതാണ്ട് 1 മൈലുകൾക്ക് അപ്പുറമാണ് ആ ആനയുള്ളത്. അവന്റെ പദ്ധതി ചിലപ്പോൾ ആ അരുവി കടന്ന് പോകുവാൻ വേണ്ടിയായിരിക്കാം അങ്ങോട്ട് യാത്ര തിരിച്ചത്. എന്തായാലും അവർക്ക് ഇരുട്ട് വീഴും മുന്നേ തന്നെ ആ ആനയെ കൊല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ആ അരുവി ലക്ഷ്യമാക്കി അവർ നടന്നു. മനുഷ്യഗന്ധവും അവരുടെ കാലുകളുടെ ശബ്ദവും കേട്ട ആ ആനയും ചിലപ്പോൾ അവന്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി. കാരണം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെയുള്ള ആ ഓട്ടം ഏതാണ്ട് 1/2 മൈലോളം നീണ്ടു നിന്നു. കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ആ ആനയുടെ ആ കറുത്ത രൂപം അവർക്ക് മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് അകലെയായി അവർക്ക് നല്ലപോലെ കാണുവാൻ കഴിയുമായിരുന്നു. അതിൽ നിന്നും കുറച്ചകലെയായി ആ അരുവിയും. വീണ്ടും ആ ആനയെ ലക്ഷ്യമാക്കി അവർ പാഞ്ഞു. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കാണുവാൻ സാധിച്ചത് ഒരു വരണ്ട ചോലയിൽ പുതഞ്ഞിരിക്കുന്ന ആനയെയാണ്. ആ ചതുപ്പിൽ അവന്റെ വയറുഭാഗം വരെ താഴ്ന്നു പോയിരുന്നു. കാട്ടിൽ നിന്നുമുള്ള ഒരു വരണ്ട കാട്ടുചോല ആ അരുവിലേക്ക് ചേരുന്ന ഭാഗമായിരുന്നു അത്. അവിടെ നല്ല ചതുപ്പായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവൻ അവിടെ താഴ്ന്നു പോയത്. ഇവർ പിന്തുടർന്ന് അവന്റെ പുറകിൽ വന്നതുകൊണ്ട് തന്നെ അവൻ ധൃതിയിൽ അത് കരയാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് ഇറങ്ങിയതായിരിക്കാം. ആ ചതുപ്പിൽ താഴ്ന്നു പോയ അവൻ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലായിരുന്നു. അവന്റെ ആ ഭാരവും ആ രക്ഷപ്പെടാനുള്ള ആ തിടുക്കവും അവന് പ്രതികൂലമായാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചതുപ്പ് അവനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡേഴ്സണിന്റെയും സംഘത്തിന്റെയും കൺമുന്നിൽ ആ കൊലയാന ഒരു ചതുപ്പിൽ അകപ്പെട്ട അവസ്ഥയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. ഓരോ നിമിഷവും കഴിയുന്തോറും ആനയുടെ രക്ഷപ്പെടുവാനുള്ള ആ ശ്രമത്തെ വിഫലമാക്കിക്കൊണ്ട് ആ ചതുപ്പ് അവനെ വീണ്ടും വീണ്ടും താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അവൻ അവിടെ കടന്നുകൊണ്ട് അലറി വിളിച്ചു. ചതുപ്പ് അവനെ വലിച്ചു താഴ്ത്തിക്കൊണ്ടേയിരുന്നു. ആൻഡേഴ്സണിന്റെ കൺമുന്നിൽ കഴുത്തറ്റം വരെ താഴ്ന്നു നിൽക്കുന്ന ആ ആനയാണ് പിന്നെ കാണുവാൻ സാധിച്ചത്. ഇരുട്ട് കടന്നു വരുവാൻ തുടങ്ങുകയാണ്. കൊലയാനയുടെ മരണം സുനിശ്ചിതമാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. ഒന്നെങ്കിൽ ചതുപ്പിൽ പൂർണ്ണമായും താഴ്ന്ന് ശ്വാസമില്ലാതെ മരിക്കും. ഇനി അങ്ങനെയല്ല എങ്കിൽ ചതുപ്പിന്റെ അടിയിൽ കാലുറച്ചു നിന്ന് കഴിഞ്ഞാൽ പട്ടിണി കടന്നു മരിക്കും. എന്തായാലും കൊലയാനയ്ക്ക് മരണം ഉറപ്പാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിൽ ആ ആനയെ ആ പടുമരണത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ ആൻഡേഴ്സൺ തയ്യാറല്ലായിരുന്നു. ഇരുട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല.
പക്ഷേ അദ്ദേഹത്തിന് ആ ആനയെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അവന് നല്ലൊരു മരണം സമ്മാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ആൻഡേഴ്സൺ തന്റെ തോക്കെടുത്ത് ആനയുടെ ഇടത് ചെവിയുടെ പിന്നിലെ വർമ്മത്തിലേക്ക് വെടിയുതിർത്തു. ആദ്യ വെടി തന്നെ അവന്റെ വർമ്മം തുളച്ച് തലയിലേക്ക് കയറി. അവനൊന്ന് പിടഞ്ഞു. പിന്നെ രണ്ടാമത്തെ വെടി ഉതിർത്തത് അവന്റെ ഇടത് ചെവിയുടെ വർമ്മത്തിലേക്കാണ്. അതോടുകൂടി കോയമ്പത്തൂർ വനമേഖലയെ വിറപ്പിച്ചുകൊണ്ടിരുന്ന കൊലയാനയായ ആ കറുത്ത കൊമ്പൻ ഓർമ്മയായി. പിന്നെ ഒട്ടും താമസിക്കാതെ അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു ആൻഡേഴ്സൺ. അവിടെ എത്തി തന്റെ സുഹൃത്തിനോട് ആ കഥ വിവരിച്ചു കൊടുത്തു. പിറ്റേന്ന് കാലത്ത് തന്നെ ആ ഗ്രാമത്തിലെ ആ വെള്ളക്കാരൻ സുഹൃത്തുമായി ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചത് നനഞ്ഞ മണ്ണ് മാത്രമായിരുന്നു. ആ കൊലയാനയെ ചതിപ്പ് അതിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമന്റിലൂടെയും അറിയിക്കുക. അപ്പോൾ ഗുഡ് ബൈ.